ലോ ഓഫ് അട്രാക്ഷനെ ജനങ്ങളിലേക്ക് എത്തിച്ച ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ദ സീക്രട്ട് എന്ന് പറയുന്ന റോണ്ട ബെയിൻ്റെ പുസ്തകം. എന്നാൽ ഈ ഒരു പുസ്തകത്തിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ തകരാനുള്ള സാധ്യതയുണ്ട്. അത് പറയാനുള്ള കാരണം എനിക്ക് വന്ന ചില കൺസൾട്ടേഷനും ചില മെസ്സേജസുമാണ്. നമ്മൾ ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? യൂണിവേഴ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്ന് പറയുന്ന കാര്യമാണ് ഉള്ളത്. അതായത് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുക, അത് കിട്ടും അല്ലെങ്കിൽ കിട്ടിയെന്ന് വിശ്വസിക്കുക, അതോടൊപ്പം തന്നെ അത് സ്വീകരിക്കുക എന്ന് പറയുന്ന 3 കാര്യമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ യൂണിവേഴ്സിനോട് ചോദിച്ചു, അത് വിശ്വസിച്ചു, എന്നാൽ നമുക്ക് ലഭിക്കാത്തതിനുള്ള കാരണം എന്താണെന്ന് പലരും മെസ്സേജ് അയച്ചും അതോടൊപ്പം തന്നെ കോളുകളിലൂടെയും ചോദിച്ചിട്ടുണ്ട്. അന്നേരം അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് സ്കാമല്ല, ഇതെല്ലാം വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഞാനൊരു ലളിതമായ ഉദാഹരണം കൊടുക്കും. അതായത് നമ്മൾ റൂമുകൾ അടച്ചിട്ടിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അത് കിട്ടും, അല്ലെങ്കിൽ അത് വേണം, അല്ലെങ്കിൽ വേണ്ട, കിട്ടിയത് നന്ദി എന്നൊക്കെ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അത് വിശ്വസിക്കുകയാണ്. സപ്പോസ് ദൈവം നമുക്കത് തരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ റൂം ലോക്കാണെന്ന് കരുതുക, നമുക്കത് സ്വീകരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. എന്നാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ എവിടെയാണ് മിസ്സിങ് ലിങ്ക് അല്ലെങ്കിൽ മിസ്സിങ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്താണെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതാണ് ആക്ട് എന്നുള്ളത്. ആക്ഷൻ സ്വീകരിച്ചേ മതിയാകും. ഒരു ഉദാഹരണം പറയാം. ഇപ്പം പല ട്രെയിനേഴ്സ്, എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സ് ആയാലും ട്രെയിനേഴ്സ് ആയാലും ഇത് തന്നെയായിരിക്കും പറയുക, ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്ന് പറയുന്ന കാര്യം. കാരണം നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം തന്നെ ഞാനൊരു ലോ ഓഫ് അട്രാക്ഷനിൽ തീവ്രമായിട്ട് വിശ്വസിക്കുകയും അന്ധമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ കോഴ്സുകൾ എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ റൂമിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, അല്ലെങ്കിൽ അത് കിട്ടും എന്ന് വിശ്വസിച്ചിട്ട് കുറച്ച് മെഡിറ്റേഷനിൽ ഇരുന്നാൽ പോരെ എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ റൂമിൻ്റെ അകത്ത് മാത്രം ഇരുന്നാൽ മതിയല്ലോ, പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിലേക്ക് പണം വരുമല്ലോ. അതാണല്ലോ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. ഇതൊരിക്കൽ തന്നെ പ്രായോഗിക തലത്തിൽ എത്തുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആക്ട് എന്ന് പറയുന്ന കാര്യം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തു, അത് ചിലപ്പോൾ കോഴ്സുകളിലേക്ക് ആൾക്കാർ വന്നേക്കാം, അതിലൂടെ എനിക്ക് വരുമാനം കിട്ടുന്നത്. അതായത് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു കാര്യത്തെ വിശ്വസിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തിയറീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ആവശ്യമായിട്ട് വരും. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ദൈവികമായി വിശ്വസിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും? ദൈവം നമുക്ക് തരുമെന്ന് വിശ്വസിക്കും. നേരെ മറിച്ച് ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരുമെന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല, അതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ കർമ്മം അനുഷ്ഠിക്കണം. അതായത് ആക്ഷൻ പ്ലാൻ സ്വീകരിക്കണം. അതാണ് ഞാൻ പറയാറ്, നമ്മളൊരു ഡെയിലി പ്ലാൻ അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻ, ഡെയിലി ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, പണത്തിൻ്റെ പല കാര്യങ്ങൾ പറയുന്ന സമയത്തും നമ്മൾ ഈ അഫർമേഷൻ ആയാലും സ്വിച്ച് വേർഡ്സ് ആയാലും വിവിധതരം ടെക്നിക്കായാലും നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ചില വാക്കുകളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ആണ് നമ്മൾ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഇത് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ആ ഒരു മൈൻഡിനെ ഒന്ന് പോസിറ്റീവ് ആക്കാനും അതോടൊപ്പം തന്നെ ഒരു സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇത്. അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ അത് പ്ലാൻ അനുസരിച്ച് നമ്മുടെ ജോലി ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം തന്നെ എത്രയോ സക്സസ് സ്റ്റോറീസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ക്ലാസ്സുകളും ഓരോ കോഴ്സുകളും, അത് റിലേഷൻഷിപ്പ് മാസ്റ്ററി ആവട്ടെ, ബേസിക് ക്ലാസ് ആവട്ടെ, വെൽത്ത് മാസ്റ്ററി, ചക്ര മാനിഫെസ്റ്റേഷൻ, ജോബ് മാസ്റ്ററി, അങ്ങനെയുള്ള ഏതൊരു ക്ലാസ്സിലും കൃത്യമായ രീതിയിലൊരു ഹാബിറ്റ് ഫോർമേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ മാത്രമേ അവരുടെ റിസൾട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഒരു വിശ്വസിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഈ കാര്യങ്ങളിൽ, അതായത് നമ്മളെ സ്വപ്നം എന്താണോ അത് വിശ്വസിക്കുക, അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക, അത് കൃത്യമായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടും. താൻ പാതി ദൈവം പാതി. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരില്ല. നമ്മൾ എന്തെങ്കിലും ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, യു വിൽ നോട്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്, യു വിൽ അട്രാക്ട് വാട്ട് യു ആർ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അത് കിട്ടാനുള്ള അർഹത ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അത് ഞാനൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, എന്താണ് അർഹത എന്നുള്ളതെല്ലാം. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇതേപോലെയുള്ള ഇങ്ങനെ മറ്റ് ട്രെയിനേഴ്സ് ഈ ആസ്ക്, ബിലീവ്, റിസീവ് എന്ന് പറയാതെ ആക്ഷൻ എന്ന് പറയുന്ന കാര്യം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഓരോ ടോപ്പിക്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം
ഇനി മുതൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ അല്ലാത്ത വ്യക്തികളാകട്ടെ കൃത്യമായ രീതിയിൽ ആക്ഷൻ പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുള്ളിലുള്ള ആ ഒരു ദൈവികമായ ചൈതന്യം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, യൂണിവേഴ്സ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. പക്ഷേ അതിനുവേണ്ടി ആദ്യ ചുവട് നിങ്ങൾ തന്നെയാണ് വെക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും അവരവരെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.